മെഡിക്കൽ കോളേജിൻ്റെ മേധാവികൾക്ക് മെഡിക്കൽ കോളേജ് പൂർണ്ണമായിട്ടുള്ള തോതിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകളാണ്. കാരണം അവരുടെ വഴിവിട്ട നിയമനങ്ങൾ, അതുപോലെ തന്നെ വഴിവിട്ടുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താനുള്ള ഒരു സ്ഥാപനമായിട്ട് എല്ലാ കാലത്തും മെഡിക്കൽ കോളേജ് നിലനിന്ന് പോകണമെന്ന് അവർ ആഗ്രഹിക്കുക. SC/ST ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. SC/ST ഫണ്ട് കട്ടുമുടിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് മാറിയിരിക്കുക. അവിടുത്തെ നിയമനങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ വലിയ പരാതി ഉയർന്നിരുന്നു. അവിടുത്തെ നിയമനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. PSC വഴിക്ക് നിയമനം നടത്തണം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിക്ക് നിയമനം നടത്തണമെന്നെല്ലാം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുണ്ട്. നിയമനങ്ങളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണവും നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ വിജിലൻസ് അന്വേഷണങ്ങളിൽ തുടർ നടപടി ഉണ്ടാവാത്തതിൻ്റെ കാര്യം കൊണ്ട് ഇപ്പോഴും അവിടെ നടക്കുന്ന നിയമനങ്ങളെല്ലാം വഴിവിട്ടിട്ടാണ് നിയമനങ്ങൾ നടക്കുന്നത്. എല്ലാവിധ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ട്, നിയമനങ്ങളെ സംബന്ധിച്ച ഉത്തരവുകൾ അട്ടിമറിച്ചുകൊണ്ടാണ് അവിടുത്തെ നിയമനങ്ങൾ നടക്കുന്നത്. അതിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാർ മുതൽ പ്രൊഫസർമാർ വരെയുള്ളവരുടെ നിയമനങ്ങളിലാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നത്. ഞാനിവിടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അവിടെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സാങ്ഷൻഡ് പോസ്റ്റ് 4. നമുക്കറിയാം പാലക്കാട് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. അത്ര വലിയ പ്രാധാന്യം ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ മെഡിക്കൽ കോളേജിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന സാങ്ഷൻഡ് പോസ്റ്റ് 4 ഒരു പ്രൊഫസർ, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഒരു ജൂനിയർ റെസിഡൻറ്റ്. എന്നാൽ ഈ 4 പോസ്റ്റും ഫില്ലാണ് അവിടെ. അതിന് പുറമെ സർക്കാരിൻ്റെ അനുമതി പോലും വാങ്ങാതെ, സർക്കാരിൻ്റെ അനുമതി വാങ്ങി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ 2 സീനിയർ റെസിഡൻറ്റുമാരെയും ഒരു ജൂനിയർ റെസിഡൻറ്റിനെയും നിയമിച്ചു. ആ നിയമനങ്ങൾ ജൂനിയർ റെസിഡൻറ്റിൻ്റെ കാര്യത്തിൽ പത്രപരസ്യം പോലും നൽകാതെ, യാതൊരുവിധ പത്രപരസ്യവും നൽകാതെ ഡയറക്ടറും പ്രിൻസിപ്പളും അവർക്ക് ഇഷ്ടമുള്ള ആളെ വിളിച്ച് ജോലി കൊടുക്കുന്ന സ്ഥിതിയുണ്ടായത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ എങ്ങനെയാണോ നിയമനം നടത്തുക അതേ രീതിയിലാണ് നിയമനം നടത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി പോയി. വിജിലൻസിൻ്റെ പരിശോധന നടന്നു. വിജിലൻസിൻ്റെ പരിശോധന നടന്നപ്പോൾ ഇവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ വിജിലൻസ് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയില്ല. കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടൽ വന്നു. SC/ST വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന പാലക്കാട്ടുകാരനായിട്ടുള്ള ഒരു മുൻ മന്ത്രി, അദ്ദേഹമാണ് ഈ മെഡിക്കൽ കോളേജിനെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ആ വിജിലൻസ് അന്വേഷണം, സംസ്ഥാന വിജിലൻസിൻ്റെ ആ അന്വേഷണം പാതി വഴിയിൽ നിന്നു. തൽക്കാലം നിയമിച്ചവർ, അനധികൃതമായിട്ട് നിയമിച്ച ആളുകളെ മാത്രം പുറത്താക്കി. അവർക്ക് അതിനെതിരായിട്ട്, ഈ അനധികൃത നിയമനത്തിനെതിരായിട്ടുള്ള തുടർ നടപടി സ്വീകരിച്ചില്ല. ശരിക്കും ഇത്തരത്തിലുള്ള വഴിവിട്ട നിയമനം നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ള പതിവുണ്ട്. ഇതിൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആയിട്ടുള്ള ഡയറക്ടർക്കെതിരെ, അതുപോലെ തന്നെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള പ്രിൻസിപ്പൽക്കെതിരെ, സബ്ജക്റ്റ് എക്സ്പേർട്ട്, ഇൻ്റർവ്യൂ നടത്തിയ സബ്ജക്റ്റ് എക്സ്പേർട്ടായിട്ടുള്ള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ എല്ലാം നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. പക്ഷേ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള നിയമനം നടത്തി ഇല്ലാത്ത പോസ്റ്റിൽ ആളെ നിയമിച്ച് ശമ്പളം കൊടുത്തത് തിരിച്ചു പിടിക്കുക എന്നുള്ള പതിവുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അവരുടെ ശമ്പളം തിരിച്ചു പിടിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അനധികൃത നിയമനം നടത്തി ഇത്തരത്തിൽ കൊടുത്ത ശമ്പളം, നിയമിച്ച ആളുകളുടെ ശമ്പളം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ അല്ലെങ്കിൽ നിയമിക്കപ്പെട്ട ആളുകളുടെ നിന്നോ തിരിച്ചു പിടിക്കാൻ ഉള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. SC/ST ഫണ്ടാണ്. വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് മെഡിക്കൽ കോളേജ് ഡയറക്ടറും പ്രിൻസിപ്പളെല്ലാം നടത്തിയിരിക്കുന്നത്. അവരുടെ നിന്ന് തിരിച്ചു പിടിക്കണം. അതുപോലെ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ നിയമനം സംബന്ധിച്ച് നാഷണൽ മെഡിക്കൽ കൗൺസിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ നിയമങ്ങൾ പോലും അട്ടിമറിച്ചുകൊണ്ടാണ്, അവരുടെ ഉത്തരവുകൾ പോലും ബാധകമല്ലാത്ത രീതിയിലാണ് ഈ മെഡിക്കൽ കോളേജ് വഴിവിട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. NMCയുടെ നോംസ് പ്രകാരം മെഡിക്കൽ സൂപ്രണ്ടായിട്ട് നിയമിക്കേണ്ടത് 10 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും ഒരു 5 വർഷത്തെ
ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ള, അങ്ങനെ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് നിയമിക്കേണ്ടത്. വളരെ വ്യക്തമായിട്ട് പറയുന്നത് മെഡിക്കൽ സൂപ്രണ്ട് ഓഫ് ദി അഫിലിയേറ്റഡ് ടീച്ചിങ് ഹോസ്പിറ്റൽ ഷാൽ പൊസസ് എ റെക്കഗ്നൈസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ഡിഗ്രി from a recognized institution with a minimum 10 years teaching experience as professor, associate professor in the relevant departments of the hospital, out of which at least 5 years should be as professor. പക്ഷേ പാലക്കാട് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സൂപ്രണ്ട് അസോസിയേറ്റഡ് പ്രൊഫസർ പോലും അല്ല, വെറും അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഒരാളെയാണ് പാലക്കാടിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടായിട്ട് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന രോഗികൾക്കുള്ള ചികിത്സ, അവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം, ഇതിനെല്ലാം ബാധിക്കുന്ന തരത്തിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നോട്ട് പോക്ക്.